സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളോളം തന്നെ പ്രധാനമാണ് അധ്യാപകരും. അധ്യാപകരുടെ ശേഷികളെ പരിപോഷിപ്പിക്കുവാനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താതെ ഒരു സ്കൂളിന്റെ വിലയിരുത്തൽ പൂർണ്ണമാകുന്നില്ല. ലഭ്യമായ ഭൗതിക വിഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിലൂടെ അധ്യാപകർ കാണിക്കുന്ന കൂട്ടായ്മയും പുതിയ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള കഴിവും ഒരു സ്കൂളിന്റെ മികവിന്റെ അടിസ്ഥാനങ്ങളാണ്. തങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനെത്തുന്നു ആലപ്പുഴ ജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിപ്പാടിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിപ്പാടിലേക്ക് സ്വാഗതം. നിറഞ്ഞു തുളുമ്പും കർമ്മചൈതന്യമേ സർവരൂപ ഹരിപ്പാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സരസ്വതി ക്ഷേത്രം പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി വരുന്നു. 2000-2010 കാലഘട്ടത്തിലെ SSLC റിസൾട്ട് 97% ഈ വർഷം 100% എന്നുള്ള യജ്ഞം പൂർത്തീകരിക്കുവാൻ എന്റെ ചേച്ചിമാരും അധ്യാപകരും ശ്രമിക്കുന്നു. 2000-2010 കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 2 പ്രധാന അധ്യാപകർക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് സീഡിന്റെ ഹരിതവിദ്യാലയം അവാർഡും ഞങ്ങളെ തേടിയെത്തി. മാം, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പഠനാനുബന്ധ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇത്തവണ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞങ്ങൾ സാങ്കേതിക മികവാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുത്തത് ശുചിത്വവും പോഷകാഹാരവും. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ സ്കൂളിലെ അധ്യാപകർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പുതുമയുള്ള പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള പ്രവർത്തനങ്ങൾ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അതിൽ ആരൊക്കെ പങ്കുകൊണ്ടു എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് ഡ്രാമ ബേസ്ഡ് ഓൺ പോളിഗൺസ്, ഗണിതമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? 9ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ ശ്രീപ്രിയ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പറയൂ. 9ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ ബഹുഭുജങ്ങൾ എന്ന അധ്യായത്തെ ആസ്പദമാക്കി പ്രധാനമായും 2 ആശയങ്ങളെ മുൻനിർത്തിയായിരുന്നു ഞങ്ങൾ ആ നാടകം അവതരിപ്പിച്ചത്. അതായത് 2 ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബഹുഭുജത്തിന്റെയും ആന്തരകോണുകളുടെ അളവുകളുടെ തുക കാണാൻ, n വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ആന്തരകോണിന്റെ അളവ് കാണാൻ വശത്തിൽ നിന്ന് 2 കുറച്ച് 150 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായിരുന്നു ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഏതൊരു ബഹുഭുജത്തിന്റെയും ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക കാണാൻ, രേഖജോഡികളുടെ എണ്ണം × 150 മൈനസ് ആന്തരകോണുകളുടെ അളവുകളുടെ തുക. മനസ്സിലായി ശ്രീപ്രിയ. മോൾക്ക് ഗണിതത്തിനോട് ഇഷ്ടമാണോ? ഇഷ്ടമുണ്ട്. ഗണിതത്തിലെ ഏത് രൂപമാണ് ഏറ്റവും പ്രസക്തവും പ്രാധാന്യം അറിയിക്കുന്നത്? ഗണിതത്തിൽ പല രൂപങ്ങളുണ്ടല്ലോ. ഏത് രൂപം ഇപ്പോൾ മോൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപം ഏതാണ്? ത്രികോണം. ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ മനസ്സിലുണ്ടല്ലോ. ഭാരതീയരായിട്ടുള്ള ഇന്ത്യയിൽ ജനിച്ച് പഠിച്ച് വളർന്ന് വലുതായ പ്രശസ്തനായിട്ടുള്ള ഒരു ഗണിത ശാസ്ത്രജ്ഞൻ്റെ പേര് ചോദിച്ചാൽ പറയോ? ഓർത്ത് പറഞ്ഞാൽ മതി, ഒന്ന് ആലോചിച്ചാൽ മതി. ഗണിതത്തിൽ മോൾക്ക് താല്പര്യമുണ്ട്. ഇതൊരു നല്ല പ്രവർത്തനമാണ്. ഡ്രാമ ബേസ്ഡ് ഓൺ പോളിഗൺസ് അല്ലേ ടീച്ചറെ? ഇതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ? നല്ല ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ പോളിഗണിൻ്റെ ടെട്രാഹൈഡ്രൻ്റെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലേ ആംഗിള്? മോൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ ഒരു നല്ല ഗണിത ശാസ്ത്രജ്ഞൻ? പിന്നെന്താ, അത് ഓർക്കനെ പറഞ്ഞോളൂ. അതെ, ധൈര്യമായിട്ട് ഇത്തരം വാക്കുകൾ ഇത്തരം പേരുകളല്ലേ ഓർക്കനെ പറയേണ്ടത്. സന്തോഷായി. ഒരു പെട്ടിയുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ചെറുകഥ, വേറെ ഒന്നിൻ്റെ മേലെ നോവൽ, മറ്റൊന്നിൻ്റെ പേര് നാടകം. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇത് എന്താണ്, ചെറുകഥയുടെ പെട്ടിയിൽ ഒരു ചെറുകഥാ പുസ്തകം, നോവലിൻ്റെ പെട്ടിയിൽ നോവലുകളുടെ ലിസ്റ്റാണ് പറയുന്നത് കേട്ടോ, പുസ്തകത്തിൻ്റെ ലിസ്റ്റ്. അതുപോലെ നാടകത്തിൻ്റെ ലിസ്റ്റ് എഴുതിയിടണമെന്ന്. അപ്പോൾ ഞാൻ ഈ നോവലിൻ്റെ പെട്ടി തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ലിസ്റ്റ് ഏതാന്ന് പറഞ്ഞാൽ, ഒന്ന് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആരാ അത് എഴുതിയത്? ഒന്ന് അതാണ് കിട്ടിയത്. പിന്നെ ഒന്ന് കിട്ടിയത് മാക്ബത്ത്, അത് എഴുതിയതാരാ? ഷേക്സ്പിയർ. പിന്നെ ഒന്ന് കിട്ടിയത് ചെമ്മീനാണ്.
തകഴി ശിവശങ്കരപ്പുഴ. തകഴി ശിവശങ്കര. പിന്നെ ഒന്ന് കിട്ടിയത് കണ്ണീരും കിനാവുമാണ്. അതാരാ എഴുതിയത്? ആര്? അത് തുള്ളിയാണ്. കുളുവാണോ? അടുത്തെത്തുന്നുണ്ടല്ലേ, അടുത്തെത്തുന്നുണ്ട്. പിന്നെ ഒന്ന് കിട്ടിയത് ഈ ഖസാക്കിന്റെ ഇതിഹാസം. അതാരാ? പിന്നെ ഒന്ന് കിട്ടിയത് മുറ്റമടിക്കുമ്പോൾ. ഇത്രയാണ്. ഈ പെട്ടിയിൽ നിന്ന് ഈ നോവലല്ലാത്ത 3 പുസ്തകം എടുത്ത് മാറ്റണം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, മേക്ബത്ത്, ചെമ്മീൻ, കണ്ണീരും കിനാവും, ഖസാക്കിന്റെ ഇതിഹാസം, മുറ്റമടിക്കുമ്പോൾ. മേക്ബത്ത് ഞാൻ മാറ്റിവെച്ചു. അരുണാചൽ സാറിന്റെ കൈ കൊടുത്തു. ഖസാക്കിന്റെ ഇതിഹാസം അതും മാറ്റണോ? ഞാൻ നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം കണ്ണീരും കിനാവും എന്താന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മലയാളം പഠിപ്പിക്കുന്ന വീട്ടി വട്ടതിരിപ്പാട്. ശരി, എന്നാൽ പുസ്തകം വേഗം മാറ്റി. സമയമില്ല ഇവിടെ. മുറ്റമടിക്കുമ്പോൾ. എന്താ സാധനം മുറ്റമടിക്കുമ്പോൾ എന്നുള്ളത്? സുമാർ വെച്ച് ചെറുകഥ. സുമാർ അല്ലേ? നമ്മളെ ചില ഗെയിമുകൾ പോലെ. അത് മോശമായിപ്പോയി. മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടോ ഇതിൽ? വലിയ അപരാധമാണിത് മലയാള ലോകത്തിന് തന്നെ. കുട്ടികൾ മിടുക്കന്മാരാണ്, എന്നാലും തീരെ തെറ്റ് വരാൻ പാടില്ലാത്ത ഒരു കാര്യത്തിൽ അങ്ങനെ തെറ്റ് വരാൻ പാടില്ല. കണ്ണീരും കിനാവും എന്നൊക്കെ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഈ ശീതകാല ഉഷ്ണകാല പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാബേജ്. പിന്നെ ക്യാബേജ് നിങ്ങളുടെ സ്കൂളിൽ വിളയുന്നുണ്ടോ? നട്ടിട്ടുണ്ട്. അതുപോലുള്ള വിളകൾ ഉഷ്ണകാലത്ത് മാത്രം. വേറെ എന്തൊക്കെയാണ്? പിന്നെ കോളിഫ്ലവർ, പിന്നെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? കോളിഫ്ലവർ ഉണ്ട്. പിന്നെ സവാള, ഉരുളക്കിഴങ്ങ് അത് ഇല്ല. സവാള, ഉരുളക്കിഴങ്ങ് സ്കൂളിലില്ല. ഇല്ല. പക്ഷെ അവയൊക്കെ ഉഷ്ണകാലത്ത് മാത്രമേ, നനവില്ലാത്ത മണ്ണിൽ മാത്രമേ. ഏത് കാലത്താ കാബേജ് ഒക്കെ വിളയുന്നത്? കാബേജും കോളിഫ്ലവറും ഒക്കെ ഉഷ്ണകാലം. ഉഷ്ണകാലത്താണോ? ഉറപ്പാണോ? അതെ. നല്ല ചൂട് വേണമല്ലേ? അല്ല, ഉഷ്ണകാലം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ഉഷ്ണകാലം എപ്പോഴാ? സമ്മറാണ്. അപ്പോഴാണോ കാബേജും ഒക്കെ വിളയുന്നത്? അല്ല, ശീതകാല പച്ചക്കറി. ശീതമാണ്. ചെറിയൊരു പെശക് പറ്റി, സാരമില്ല. പിന്നെ വേറെന്തൊക്കെയാ? പയറ്, വഴുതന. അതെ, അത് ഏത് കാലത്തെയാണ്? ഉഷ്ണകാലം. ശീതകാലമാണോ? ഉഷ്ണകാലമാണോ? എന്തൊക്കെ പച്ചക്കറികളുണ്ട് നിങ്ങളുടെ സ്കൂളിൽ? പയറ്, വഴുതനങ്ങ, ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി. ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്കൂളിൽ 95% പേരാണ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നതെന്നാണ് ടീച്ചർ തന്ന റിപ്പോർട്ടിലുള്ളത്, ശരിയല്ലേ? അതെ. അപ്പോൾ ബാക്കി 5% പേര് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് കഴിക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്താണ് എൻ്റെ കാരണം? ആരാണ് വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന കുട്ടികൾ? ആരാ ഈ കൂട്ടത്തിൽ വന്നവരിൽ? എന്താണ് മോള് സ്കൂളിൽ നിന്ന് കഴിക്കാത്തത്? വീട്ടിലെ കറിക്കാണോ ടേസ്റ്റ് കൂടുതൽ? അങ്ങനല്ല. പിന്നെ സ്കൂളിൽ നിന്ന് ചില ദിവസം കഴിക്കാറുണ്ട്. പിന്നെ ചില ദിവസം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണോ? അതോ ഇവിടെ എന്തെങ്കിലും കറി ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറി? അല്ല. ഈ കുട്ടികൾക്ക് മുഴുവൻ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വല്ല മാർഗമുണ്ടോ PTA സഹായത്തോടെ? കാരണം നമ്മൾ കാണുന്ന സ്കൂളുകളിൽ പല സ്ഥലത്തും ആവശ്യമുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കാറുണ്ട്. ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് വരെ ഞങ്ങൾ കൊടുക്കും, ആവശ്യമുള്ളവർക്ക്. അപ്പോൾ അതിന് നമുക്ക് അധികം പണം വേണ്ടി വരുന്നത് ഇപ്പോൾ ചെയ്യുന്നത് സ്റ്റാഫിൻ്റെ സ്പോൺസറിങ് ആണ്. വിക്കി പേജ് ഉണ്ട്. വിക്കി പേജ് ആരാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? മോള് പറയും. മാഹിര അല്ലേ? മാഹിര അല്ലേ? സ്കൂളിലെ SSITC-മാരാണ്. അതാരാണ് SITC എന്ന് പറയുന്നത്? സ്കൂൾ സ്റ്റുഡൻസ് IT കോർഡിനേറ്റർ. അതാരാണ്? മാഹിരയാണോ? ഞാനും ഒരു SSITC. എത്ര SITC-മാരുണ്ട് സ്കൂളിൽ? 20. അപ്പൊ അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെ. അവർക്ക് മാത്രം ഇതൊക്കെ മനസ്സിലായാൽ മതിയോ? നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണ്ടേ? അല്ല, അവരും മറ്റു കുട്ടികളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ മോളും അതിന്റെ കൂടെ പോയി ചെയ്തിട്ടുണ്ടോ? മാഹിരായും എന്ത് അപ്ഡേറ്റ് ചെയ്യാൻ എന്താ ചെയ്യാ?
അത് അതിലാദ്യം നമ്മുടെ ഒരു പിന്നെ പ്രവേശിക്കും അതിനകത്തേക്ക്. എങ്ങനെയാ പ്രവേശിക്കുക? നമ്മളത് തുറക്കുമ്പം അതിന്റെ സൈഡിലായിട്ട് പ്രവേശനത്തിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുവരെ കയറിയിട്ടില്ലാത്തവരാണെങ്കിൽ പുതിയ അവരുടെ പിന്നെ ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അതടിച്ച് ഒരു പാസ്വേഡും കൊടുത്തിട്ട്. സ്കൂളിൽ എല്ലാവർക്കും ഇമെയിൽ അഡ്രസ് ഉണ്ടോ ഇപ്പോഴും? ഏകദേശം 80% കുട്ടികൾക്കുണ്ട്. SSITC-മാര് ഓരോ ക്ലാസ്സിലും അവർക്കെല്ലാം ഉണ്ട്. അവർ ഓരോ ഇമെയിൽ ഐ ഡി ഉള്ളവര് അത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നേ? ഉപയോഗിച്ച് അത് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഈ പ്രോജക്റ്റിന് ഉള്ള പിന്നെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. അത് പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസം കമ്പ്യൂട്ടർ ലാബിൽ പോകും ഗോപികൃഷ്ണൻ? ഞങ്ങൾക്ക് ചൊവ്വാഴ്ച രാവിലത്തെ 2 പീരീഡും IT പ്രാക്ടിക്കൽ. ചൊവ്വാഴ്ച 2 പീരീഡുമാണ് ഉള്ളത് അല്ലേ? ഷെറിൻ ബാബു, ഈ ആഴ്ച 2 പീരീഡ് കിട്ടുമ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയി എന്താ ചെയ്യുക? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ നെറ്റ് നോക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ഡൗട്ട് കമ്പ്യൂട്ടറിൽ കൂടി ക്ലിയർ ചെയ്തത് പറയാമോ? സെൽ ഡിവിഷൻ അത് ഇന്റർനെറ്റിൽ എവിടുന്നാണ് കിട്ടിയത്? അത് ബയോളജി ഇന്റർനെറ്റ് എടുത്തിട്ട്. ഇന്റർനെറ്റ് എങ്ങനെ എടുക്കുക കമ്പ്യൂട്ടറിൽ? അല്ല, ഓപ്ഷൻ കാണുമല്ലോ. എന്തുണ്ട് ഓപ്ഷൻ? അല്ല, മോസില്ല ഫയർഫോക്സ് അത് സൈറ്റ് അത് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അത് എന്ത് സെർച്ച് ചെയ്യാനായിട്ട് ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്? സെർച്ച് ചെയ്യാനായിട്ട് പല സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, പിന്നെ എന്താ ഉള്ളത്? നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണ് അതുപോലെയുള്ളത്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉപയോഗിക്കും. പിന്നെ ഐസോൾ ഉപയോഗിക്കും. അത് ഉപയോഗിച്ചിട്ട് ഞങ്ങള് എങ്ങനെയാ ഇതിന് സെർച്ച് ചെയ്യുന്നത്? ഞങ്ങൾക്ക് കറക്റ്റ് സൈറ്റ് അറിയത്തില്ലായിരിക്കും. അപ്പം ഞങ്ങള് കമ്പ്യൂട്ടറിലെ അപ്പം ഞങ്ങൾക്ക് ഒരു കോഡ് ഇട്ട് കൊടുത്തെന്നാ. അല്ല, ഈ നമുക്കൊരു സംഗതിയുടെ കറക്റ്റ് സൈറ്റിന്റെ അഡ്രസ് അറിയില്ലെങ്കിൽ എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? അത് ടീച്ചേഴ്സ് കാണും. അപ്പം ടീച്ചർക്ക് അറിയാമായിരിക്കും അല്ലേ? പിന്നെ കമ്പ്യൂട്ടർ ഇരിക്കുമ്പോൾ പിന്നെ ടീച്ചർ തന്നെയാണ്. നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റണം കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്യാനായിട്ടുള്ള സംഗതികളൊക്കെ അതിനകത്തുണ്ട്. സെർച്ച് എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ്. അതെന്താ എഞ്ചിൻ? എന്തുപയോഗിച്ചാ എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ. അതെ അതെ, അതിന് ഒരു എഞ്ചിന്റെ പേര് പറയാമോ? ഗൂഗിൾ ഉണ്ട്, യാഹൂ. അത് ശരി. സ്ത്രീ പുരുഷ സമത്വം, ഈ ഒരു ആശയം എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ ആയതുകൊണ്ട് സ്ത്രീപക്ഷ സാഹിത്യങ്ങളും നാടകങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അവർക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവരുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ചില നാടകങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. അവിടെ ഒരു തിയേറ്ററുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, പെൺകുട്ടികളായതുകൊണ്ട്. അങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സിനിമയിലൊക്കെ തന്നെ അതാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ. സാവിത്രി കൃഷ്ണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? തീർത്ഥയോടാ ഞാൻ ചോദിക്കുന്നത്. സാവിത്രി കൃഷ്ണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ. പറയൂ. സാവിത്രിയുടെ അമ്മ, പിന്നെ അച്ഛൻ. പെട്ടെന്ന് പറയൂ, സ്വന്തം വീട്ടിലുള്ള ആളിനെ പോലെ പറയണം. അച്ഛൻ, പിന്നെ അമ്മാവൻ. ശരി ശരി. ഷെറിൻ, ശ്രീപ്രിയയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളെ? അച്ഛൻ, അമ്മ, ശ്രീപ്രിയ. പിന്നെ ഉറപ്പാണോ? ഞാൻ ചോദിക്കുന്നത് വേറൊന്നിനുമല്ല, നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം ഒരു പാരസ്പര്യമുണ്ടോ? നിങ്ങൾ പരസ്പരം അച്ഛനെയും അമ്മയെയും ഒക്കെ വിളിക്കാറുണ്ടോ, അറിയാറുണ്ടോ? ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കാറുണ്ടോ എന്നറിയാൻ വേണ്ടിയാ. ഉണ്ടല്ലോ. ശരി, നല്ല കുട്ടികളാ. തുടർന്ന് ഇതേപോലെ പഠിക്കുക, അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തുക. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിപ്പാടിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹരിപ്പാടിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 86.6 out of 100.